സ്വപ്നക്കൂട് രചനാവതരണം മിത്രവിന്ദ. ലക്ഷ്മി വേഗം അകത്തേക്കോടി. വന്ന വരവില് അവളുടെ നെറ്റി വാതിൽപ്പടിയിൽ ശക്തിയായി ഇടിച്ചു. ഏട്ടാ! അവൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എന്താ ലക്ഷ്മി, എന്തു പറ്റി? ഏട്ടാ, രംഗനാഥനങ്ങളും ശ്രാവണും വന്നിരിക്കുന്നു. അതാരാ? യോ ഏട്ടാ, പ്രീതി ടെക്സിന്റെ ഓണർ, കൂടെ അവരുടെ മകനും. അയ്യോ, അവരാണോ വന്നത്? വൈശാഖിനും ചെറിയൊരു പരവേശം തോന്നി. എന്താ പറയേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. ലക്ഷ്മി കൂടുതലൊന്നും പറയാൻ നിൽക്കാണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ വീണയുമായിട്ട് സംസാരിച്ചു നിൽക്കുകയാണ്. അങ്കിൾ! അവൾ വിളിച്ചപ്പോ അയാൾ അവളെ നോക്കി. മോളെ ലക്ഷ്മി, മോളെന്താ ഇവിടെ? ഞാൻ എന്റെ ഭർത്താവാണ് വൈശാഖേട്ടൻ. അത് കേട്ടതും അയാൾ ഒന്ന് പകച്ചു. ഈ സമയം കൊണ്ട് സുമിത്രയും ഉണ്ണിമോളും എല്ലാവരും എത്തിയിരുന്നു. വൈശാഖനെവിടെ? വരൂ അങ്കിൾ, റൂമിലുണ്ട്. അവൾ അവരെ രണ്ടാളെയും കൂട്ടി റൂമിലേക്ക് കൊണ്ടുപോയി. വൈശാഖേട്ട, ഇതാരാണ് വന്നതെന്ന് നോക്കിയേ, ലക്ഷ്മി പറഞ്ഞു. സർ. ഹലോ മിസ്റ്റർ വൈശാഖ്, എങ്ങനെയുണ്ടിപ്പോ? അയാൾ തമിഴും മലയാളവും കലർന്ന രീതിയിൽ ചോദിച്ചു. ഐ എം ഓക്കെ സർ. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വരാതിരുന്നത്. അയാൾ അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു. ഇറ്റ്സ് ഓക്കെ, എനിക്കിപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ല സർ, അവൻ പറഞ്ഞു. ലക്ഷ്മി അപ്പോഴേക്കും ചായ കൊണ്ടുവന്നവർ അവർക്ക് കൊടുത്തു. ലക്ഷ്മി മോളെ വിവാഹം കഴിച്ചത് ഇയാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. 3 വീക്സ് ആയതേ ഉള്ളങ്കൾ. മോളെ, മോൾക്ക് സുഖമാണോ? അയാൾ ചായ എടുത്തുകൊണ്ട് ചോദിച്ചു. സുഖം അങ്കിൾ. ശ്രാവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. അപ്പയുടെ മോളുടെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞായിരുന്നു. ശ്രാവൺ ചായ കുടിക്ക്. കുറച്ചു സമയം വൈശാഖനോട് സംസാരിച്ചിരുന്നിട്ട് അവർ രണ്ടാളും പോകാൻ എഴുന്നേറ്റു. വൈശാഖന്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കണമെന്ന് ഓർത്തതായിരുന്നു അയാൾ. പക്ഷെ അശോകൻ മുതലാളിയുടെ മരുമകന് എങ്ങനെയാണ് താൻ കാശ് കൊടുത്ത് സഹായിക്കുന്നത്? മോളെ ലക്ഷ്മി, മോൾക്ക് സുഖമാണോ? കാറിന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിച്ചു. എനിക്കിവിടെ സുഖമാണെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ അത്രയും സ്വത്തില്ലെങ്കിലും ഈ വീട്ടിൽ എല്ലാവരും നന്മയുള്ളവരാണ്. വൈശാഖേട്ടൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കേണ്ടെന്ന് കരുതിയാണ് ഈ ജോബിന് ജോയിൻ ചെയ്തത്, ലക്ഷ്മി പറഞ്ഞു നിർത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ. അയാൾ അവളുടെ നെറുകയിൽ കൈവച്ചു. എന്നിട്ട് അവർ രണ്ടാളും കൂടി യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മി തിരികെ റൂമിലേക്ക് വന്നു. അങ്കിൾ പോയി കേട്ടോ ഏട്ടാ. പുള്ളി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഛേ, ആകെ നാണക്കേടായി. എന്ത് നാണക്കേട്? ആർക്ക്? എന്നാലും നിന്നെ ഞാനാണ്. ഒന്നും മിണ്ടാതിരിക്കേർക്ക. ഞാൻ ഓരോരോ പൊട്ടവർത്തനം പറഞ്ഞു എന്ന് വെച്ച്. എന്നാലും അതൊക്കെ വളരെ ശരിയാണ് ലക്ഷ്മി. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു കൂട്ടിയതാണ് ഏട്ടാ. ഐ എം സോറി കേട്ടോ. ഫോൺ ശബ്ദിച്ചപ്പോൾ ലക്ഷ്മി അത് എടുത്തു നോക്കി. ഹലോ അച്ഛാ. അതെയോ, വിളിച്ചായിരുന്നോ? ദേപ്പി ഇറങ്ങിയേ ഉള്ളൂ. അങ്കിളിന് വലിയ സന്തോഷമായി. ആ, കുറവുണ്ട് അച്ഛാ. ഓക്കെ. അങ്കിളാണെങ്കിൽ ഇപ്പോൾ അച്ഛനെ വിളിച്ചോന്ന്. ലക്ഷ്മി വൈശാഖിന്റെ അരികത്തായി വന്നിരുന്നു. എന്നിട്ടോ, എന്തു പറഞ്ഞു? ലക്ഷ്മി മോൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല പയ്യന്റെ കയ്യിലാണ് അവനെ ഏൽപ്പിച്ചതെന്ന്. വൈശാഖൻ അവളെ ഒന്ന് നോക്കി. അവൾ കളവ് പറയുന്നതാണെന്ന് അവൻ അറിയായിരുന്നു. എന്തെങ്കിലും വേണോ ഏട്ടാ? ഇങ്ങനെ കിടന്ന് മടുത്തൂല്ലേ? ഓ, ഒന്നും വേണ്ട ലക്ഷ്മി. അങ്ങനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനാ? എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ ഒരു അടി കൊടുത്തിട്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീണുമോളെ, ഇതെല്ലാം കൂടി അകത്തേക്ക് എടുത്ത് വെക്കുക. ശേഖരനാണെങ്കിൽ ഉത്രാടപ്പാച്ചിലും കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉള്ളൂ. അരിയും പലവ്യഞ്ജനങ്ങളും എല്ലാം മേടിച്ചുകൊണ്ടയാൽ ഉമ്മർത്ത് വെച്ചു. അച്ഛൻ കാലത്ത് തന്നെ പോയോ ഷോപ്പിങ്ങിന്? അവിടേക്ക് ഇറങ്ങി വന്ന് ലക്ഷ്മി ചോദിച്ചു. അതേ മോളെ, അച്ഛന് പാടത്തേക്ക് പോണം, അതാണ്. അവളതെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഇവിടെ എല്ലാ വീടുകളിലും ഒരു ഉത്സവ പ്രതീതിയാണെന്ന് ലക്ഷ്മി ഓർത്തു. നാട്ടിൻപുറം അല്ലെങ്കിലും ഇങ്ങനാണല്ലോ. സുമിത്രേച്ചിയെ എന്നടുക്കുവാണോ? അടുത്ത വീട്ടിലെ മാലതിയാണ്. ഞാനിവിടെ ഉണ്ട് മാലതി. കുറച്ച് കായവറക്കുമായിരുന്നു. അവർ മകളെ ഏൽപ്പിച്ചിട്ട് അടുക്കളയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആണോ? ഓണമൊക്കെ ഇവിടെ വരെയായി. ശേഖരേട്ടൻ ചന്തയ്ക്ക് പോയിട്ട് വന്നു. സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ ഇന്നലെ പോയിരുന്നു ചേച്ചി. എല്ലാം ഇന്നലെ തന്നെ മേടിച്ചു.
മാലതി ചുമ്മാ വന്നതാണോ അതോ? സുമിത്ര ചോദിക്കുന്നത് കേട്ടു. എനിക്കിത്തിരി കറിവേപ്പില പൊട്ടിച്ചു തരാമോ? മാലതി പറിച്ചു. അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും അവരുടെ ഒപ്പം ഇറങ്ങി. എന്നാ ശരി ചേച്ചി, പിന്നെ കാണാട്ടോ. നിക്ക് ഞാൻ ഇപ്പൊ വരാം. സുമിത്ര തിടുക്കപ്പെട്ട അടുക്കളയിലേക്ക് പോയി കുറച്ച് കായ വറുത്തത് പൊതിഞ്ഞുകൊണ്ടുപോയി അവർക്ക് കൊടുത്തു. പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുത്തേര് കേട്ടോ. ഇന്നല്ലേ ചേച്ചി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം? അതെ, ഇന്നാണ് മാലതി. എൻ്റെ അനിയത്തിയുടെ ഇന്നാ. കാലത്തെ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞതാ. അത് വെച്ച് ഞാൻ ഓർത്തിരിക്കും. സുമിത്ര ഒന്നും മന്ദഹസിച്ചു. കേക്ക് മുറിക്കുന്നുണ്ടോ ചേച്ചി, അതോ പായസമാണോ? എന്റെ മാലതി, ഇത്രയും കാലമായിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെയാണോ ഇന്ന്? കുറച്ചു സമയം സംസാരിച്ചു നിന്നിട്ട് മാലതി വീട്ടിലേക്ക് പോയി. വൈശാഖേട്ടാ, ഞാനിന്ന് ടൗണിൽ വരെ പോവാണേ. ലക്ഷ്മി മുറിയിലേക്ക് കയറി വന്നു. നിന്നെ ഒന്ന് കാണാൻ പോലും ഇല്ലല്ലോ. എവിടായിരുന്നു ഇത്ര നേരം? ഇത്തിരി ബിസിയായിരുന്നു മോനെ. നാളെ ഓണമല്ലേ? ഞാനറിഞ്ഞില്ലല്ലോ. ഏട്ടാ, ഞാനിന്ന് ടൗണിൽ വരെ പോവാണേ, പ്ലീസ്. എന്തിനാണീ പോകുന്നേ? അതോ, എനിക്ക് എഴുതാനുള്ള കുറച്ച് നോട്ട്സൊക്കെ ആയിട്ട് മീര വരും. അത് മേടിച്ചിട്ട് ഓടി വരാം. എങ്ങനെയാണ് പോകുന്നേ? തനിച്ചാണോ? ഞാൻ കാറിലാ പോന്നേ. പെട്ടെന്ന് വരാന്നേ. എന്റെ ലക്ഷ്മി, ഇന്നാകെ തിരക്കായിരിക്കും. നീ വണ്ടി ഓടിച്ചൊന്നും പോകണ്ട. എന്റെ ഏട്ടാ, അത്രയ്ക്ക് പേടിയൊന്നും വേണ്ട. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അവൾ കെഞ്ചി. ശരി, എങ്കിൽ പോയിട്ട് വാ. താങ്ക്സ് ഏട്ടാ. അവൾ വേഗം തന്നെ അലമാര തുറന്ന് ഏതോ ഡ്രസ്സൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി ഇറങ്ങി വന്നു. ഗോൾഡ് എല്ലാം ഇരിക്കുന്ന ബോക്സ് അവൾ എടുത്തു വെച്ചു. അതിൽ നിന്നും 3 പവന്റെ ഒരു വലിയ കാപ്പെടുത്ത് അവൾ ബാഗിലേക്ക് വെച്ചു. ഏട്ടാ, ഞാൻ പോയിട്ട് വേഗം വരാം. സൂക്ഷിച്ചു പൊയ്ക്കോണം കേട്ടോ. ഊവ്. അവൾ അടുക്കളയിലേക്കാണ് പോയത്. അമ്മേ, ഞാൻ ടൗണിൽ വരെ ഒന്ന് പോയിട്ട് വരാമേ. എന്തിനാ മോളെ? അമ്മ, എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ മേടിക്കാനുണ്ട്. 1-2 പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വരും. സൂക്ഷിച്ചു പോണേ. ശരി അമ്മേ. പ്രിയ ജ്വല്ലറി എന്ന വലിയ ബോർഡ് വെച്ച ഷോപ്പിന്റെ മുമ്പിലാണ് ലക്ഷ്മിയുടെ കാർ വന്ന് നിന്നത്. അവൾ കാർ പാർക്ക് ചെയ്തിട്ട് മെല്ലെ അകത്തേക്ക് കയറി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, എന്താണ് വേണ്ടത്? ഒരു ചുള്ളൻ ചെക്കമെന്ന് അവളോട് ചോദിച്ചു. എനിക്ക് 2 വള വേണം. അയാൾ അവളെ ആ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. ഓരോ പവന്റെ വീതം 2 വളകളാണ് അവൾ ആദ്യം മേടിച്ചത്. അച്ഛന് മോതിരം പാകമാവോ? അവൾക്ക് ചെറിയ സംശയമില്ലാതില്ല. എന്തായാലും 1 പവന്റെ ഒരു മോതിരം അച്ഛനും കൂടി മേടിച്ചു. പകരം അവളുടെ 3 പവന്റെ വള അവൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ലക്ഷ്മി ഒരു തരത്തിലാണ് ഡ്രസ്സ് എല്ലാം എടുത്തത്. അമ്മയ്ക്കൊരു സാരി, അച്ഛനൊരു ഷർട്ടും മുണ്ടും, വീണയ്ക്കൊരു സൽവാർ സെറ്റ്, ഉണ്ണിമോൾക്കൊരു ഫ്രോക്ക്. ഇത്രയുമാണ് മേടിച്ചത്. അപ്പോഴേക്കും അവളുടെ കാശെല്ലാം തീർന്നു. വീണ്ടും അവൾ ATM കൗണ്ടറിൽ കയറി. എന്നിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് വൈശാഖിനൊരു ജുബയും മുണ്ടും പിന്നെ അവൾക്കൊരു സാരിയുമാണ് മേടിച്ചത്. എന്തായാലും ഓണക്കോടി എടുക്കാൻ വരുമെന്ന് അവൾ നേരത്തെ തീരുമാനിച്ചു. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഡ്രസ്സ് എല്ലാം എടുത്തവൾ കാറിന്റെ ഡിക്കിയിൽ വെച്ചു. ഒരു ബേക്കറി കയറിയിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും മേടിച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് വന്നത്. എല്ലാം അവൾ സർപ്രൈസായിട്ട് ഡിക്കിയിൽ വെച്ചു. അച്ഛൻ വരും മുൻപ് വേണം കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനെന്ന് അവൾ ഓർത്തു. നീ ഇതുവരെ എവിടെയായിരുന്നു ലക്ഷ്മി? ഞാൻ എത്ര തവണ നിന്നെ ഫോൺ വിളിച്ചു. അത് എൻ്റെ ഫ്രണ്ട് വരെ ലേറ്റായിപ്പോയി. എന്നുകൊണ്ട്? നിനക്ക് ഫോൺ വിളിച്ചാൽ എടുത്തുകൂടായിരുന്നോ? എൻ്റെ മാഷേ, ഞാനത് മനഃപൂർവ്വമല്ല, കുറച്ച് ബിസി ആയിപ്പോയി. എല്ലാം ഞാൻ പറയാം. അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഉണ്ണിമോളും വീണയും കൂടി മുറ്റമൊക്കെ അടിച്ചു വരുവാണ്. സുമിത്രയാണെങ്കിൽ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലും. അമ്മയ്ക്കാണെങ്കിൽ ഒടിയാറായ 2 വളകളാണുള്ളത്. അതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അച്ഛനായാലും എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വാച്ച് മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. താൻ കണ്ട ദിവസം മുതൽ അങ്ങനെയാണ്. തൻ്റെ അച്ഛന് നവരത്ന മോതിരവും മരതക മോതിരവും പിന്നെ അമ്മയുടെ പേര് കൊത്തിയ മോതിരവും, അങ്ങനെ 3 എണ്ണമാണ് അച്ഛനെന്നും ഉപയോഗിക്കുന്നതെന്ന് അവൾ ഓർത്തു. ലക്ഷ്മി, ഇന്നാ മോളെ ഈ സംഭാരം കുടിക്ക്. എന്തൊരു ചൂടാണല്ലേ? സുമിത്ര അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, നാളെ മോളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ വരാൻ പറയണോട്ടോ. ഇവിടുന്ന് ഊണ് കഴിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ, അവർ വരും. അച്ഛൻ വരാറായില്ലേ അമ്മേ? വരും മോളെ, ഇത്തിരി കഴിയുമ്പോൾ അച്ഛൻ വരും. അമ്മേ, പൂവാലിയെ തൊഴുത്തിലോട്ട് കയറ്റി കെട്ടിക്കോട്ടെ? വീണ വിളിച്ചു ചോദിച്ചു. വേണ്ടടി, ഞാൻ അങ്ങോട്ട് വരാം.
അവൾ ചിലപ്പോൾ കുറുമ്പ് കാണിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളേന്ന് പറഞ്ഞ് സുമിത്ര മുറ്റത്തേക്ക് ഇറങ്ങി. ലക്ഷ്മി, അകത്തു നിന്നും വൈശാഖം വിളിച്ചപ്പോൾ അവൾ അവിടേക്ക് പോയി. എന്താ ഏട്ടാ? എനിക്കിങ്ങനെ കിടക്കാൻ വൈകിട്ട് ആകെ മടുത്തു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും. അതുവരെ റെസ്റ്റ് എടുത്താൽ മതി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമായിരുന്നല്ലേ? നിനക്കാണെങ്കിൽ ഒരു ഓണക്കോടി പോലും മേടിക്കാൻ പറ്റിയില്ല. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? അതിനൊക്കെ ഇനിയും സമയമുണ്ട്. അവൾ അവനെ താങ്ങി എഴുന്നേപ്പിച്ചു. അച്ഛൻ വന്നില്ലേ ഇതുവരെയായിട്ടും? അവൻ ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കി. വരാറാവുന്നു. എന്താ ഏട്ടാ? ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വിവാഹവാർഷികമാണ്. ഞാനാണെങ്കിലേ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് അമ്മയ്ക്കൊരു നല്ല സാരിയും അച്ഛനൊരു ഷർട്ടും മുണ്ടും മേടിച്ചു കൊടുക്കണമെന്ന് ഓർത്തിരുന്നതാ. ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് മേടിച്ചു കൊടുക്ക ഏട്ടാ. അതെ ലക്ഷ്മി, ഞാൻ ഈ കിടക്ക വിട്ടൊന്ന് എഴുന്നേക്കട്ടെ. സുമിത്രേ, ശേഖരൻ ഉച്ചത്തിൽ വിളിക്കുന്ന കേട്ട് ലക്ഷ്മി വേഗം പുറത്തേക്ക് ഓടി. എന്താ അച്ഛാ, ചായ വലുതും വേണോ? വേണ്ട മോളെ, അവളെ കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. അമ്മ ആ തെക്കുവശത്തുണ്ടച്ചാ. വീണ അവർക്കരികിലേക്ക് വന്നു. നീ എവിടെ പോവാടി? ഞങ്ങൾ ശോഭന ചേച്ചിയുടെ വീട് വരെ പോവാച്ചാ. ഉണ്ണിമോളാണ് മറുപടി പറയുന്നത്. എന്തേ? തയ്ക്കാൻ കൊടുത്തത് മേടിക്കാൻ. വേഗം പോയിട്ട് വാ. അയാൾ പറഞ്ഞതും അവർ രണ്ടാളും കൂടി വേഗം നടന്നുപോയി. മോളെ ലക്ഷ്മി, അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. അയാൾ പോയതും ലക്ഷ്മി ഓടിച്ചെന്ന് കാറിലിരുന്ന കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അവൾ വേഗം തന്റെ മുറിയിലേക്ക് പോയി. അവൾ പാഞ്ഞു വരുന്നത് നോക്കിക്കിടക്കുവാണ് വൈശാഖൻ. എന്തു പറ്റി? ശബ്ദം ഉണ്ടാക്കരുത്, എല്ലാം കണ്ടും കേട്ടും കിടന്നാ മതി. അതും പറഞ്ഞുകൊണ്ടവൾ തന്റെ ബാഗ് എടുത്ത് വെളിയിൽ വെച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നെഴുതിയ ഒരു സ്റ്റിക്കർ അവൾ റൂമിൽ സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു. ഇതെന്താ? അവനവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ മിണ്ടാതിരിക്കാന്. കുറച്ച് ബലൂൺ എടുത്ത് വീർപ്പിച്ച് അവൾ മേശമേലിട്ടു. വൈശാഖനിപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പക്ഷെ അവൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞുവെന്നായിരുന്നു അവന്റെ സംശയം. തനിക്ക് എഴുന്നേറ്റ് നടക്കത്തില്ലാത്തതുകൊണ്ടാണ് അവൾ ഇവിടെ വെച്ചെല്ലാം റെഡിയാക്കുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഇനി സെലിബ്രേറ്റ് ചെയ്തില്ലെന്ന് വിഷമം വേണ്ട. അതും പറഞ്ഞുകൊണ്ടവൾ വാതിൽക്കലേക്ക് പോയി. ലക്ഷ്മി, താങ്ക്സ് എലോട്ട്. ഓ, ആയിക്കോട്ടെ. ശേഖരൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പോയി ഒന്ന് കുളിച്ചിട്ട് വരുമോ? എന്തിനാ മോളെ, ഇനി കുറച്ച് ജോലി കൂടിയുണ്ട്. അതൊക്കെ കുളി കഴിഞ്ഞ് നമുക്ക് രണ്ടാൾ കൂടി ചെയ്യാം. ഇപ്പൊ അമ്മ പോയി കുളിച്ചിട്ട് വാ, ഒരു കാര്യമുണ്ട്. എന്താണ് എൻ്റെ അപ്പായി കുട്ടിക്ക്? സുമിത്ര അവളെ നോക്കിയിട്ട് റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും അവർ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. ആ സമയം കൊണ്ട് ലക്ഷ്മി കേക്കുമായിട്ട് അവരുടെ റൂമിലേക്ക് പോയി. അതൊക്കെ അവൾ മേശമേൽ വെച്ചു. എന്നിട്ട് ആ ബലൂണും അതിന്റെ വട്ടത്തിൽ നിർത്തി. അമ്മ വന്നോ? ഇനി വേണേ ഉണ്ണിമോളും കൂടി വരട്ടെ. ലക്ഷ്മി വെളിയിലേക്ക് ഇറങ്ങി കൂടെ നോക്കി. ഈ കുട്ടിക്കിത് എന്താ പറ്റിയേ? എൻ്റെ അമ്മ, എനിക്കൊന്നും പറ്റിയില്ല. അമ്മ അവിടെ പോയി അടങ്ങിയിരിക്കെ. അങ്ങനെ ഉണ്ണിമോളും വീണയും എത്തി. ലക്ഷ്മി എല്ലാവരുമായിട്ട് അവരുടെ റൂമിലേക്ക് പോയി. സുമിത്രേ ശേഖരനും അന്താളിച്ചു. ലക്ഷ്മി അവിടെ മാകെ ചെറിയ തോതിൽ അലങ്കരിച്ചിരിക്കുന്നു. കേക്കൊക്കെ അവൾ സെറ്റ് ചെയ്ത് വെച്ചത് നോക്കി നിൽക്കുവാണ് എല്ലാവരും. മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോളാണെങ്കിൽ ഓടിപ്പോയി ഏട്ടനോട് ഫോണൊക്കെ മേടിച്ച് കുറേ ഫോട്ടോസ് എടുത്തു. അച്ഛാ, അമ്മേ, ഇനി രണ്ടാളും കൂടി കേക്ക് കട്ടിക്ക്. സുമിത്രയ്ക്കാണെങ്കിൽ ചെറിയ ചമ്മൽ തോന്നി. അതുപോലെയായിരുന്നു ശേഖരനും. എങ്കിലും മക്കളെല്ലാരും കൂടി നിർബന്ധിച്ചപ്പോൾ അവർ രണ്ടാളും കൂടി കേക്ക് മുറിച്ചു. പരസ്പരം വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പക്ഷേ അത് കൂട്ടാക്കിയില്ല. ലക്ഷ്മി അപ്പോൾ ഒരു കഷ്ണം എടുത്ത് വൈശാഖിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ടവൾ അച്ഛനോടും അമ്മയോടും അവന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മകനാണ് അവർക്ക് രണ്ടാൾക്കും കേക്ക് കൊടുത്തത്. അതിനുശേഷം പെൺകുട്ടികൾ ഓരോരുത്തരും. പിന്നീട് ലക്ഷ്മി തന്റെ കയ്യിലിരുന്ന പേഴ്സ് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു മോതിരം എടുത്ത് ശേഖരന് ഇട്ടുകൊടുത്തു. അതിനുശേഷം 2 വളയെടുത്ത് സുമിത്രയുടെ കയ്യിലോൾ അണിയിച്ചു. സുമിത്ര അവളെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം നോക്കി സ്തംഭിച്ചു നിൽക്കുവാണ് ബാക്കിയെല്ലാരും. ഇതെന്താ മോളെ, ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, ശേഖരൻ ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി പുഞ്ചിരിച്ചതല്ലാതെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വൈശാഖിന് ആരാധനയോടെയാണ് തന്റെ ഭാര്യയെ നോക്കിയത്. ഇവളെ തനിക്ക് തന്ന ഈശ്വരനോടവൻ 1000 ആവർത്തി നന്ദി പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ
തന്റെ ലക്ഷ്മിയെ വിഷമിപ്പിച്ചെങ്കിൽ തന്നോട് പൊറുക്കണേ മഹാദേവാന്ന് അവൻ പ്രാർത്ഥിച്ചു. എന്നാലും എൻ്റെ ഏട്ടത്തി, ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വീണി ഒരു കഷ്ണം കേക്കെടുത്ത് മുറിച്ച് ലക്ഷ്മിക്ക് കൊടുത്തു. ഉണ്ണിമോളാണെങ്കിൽ അമ്മയുടെ വളകൾ രണ്ടും കാണുകയാണ്. ഏട്ടത്തി സൂപ്പറാണ് കേട്ടോ വള. നോക്കട്ടെ, ഞാൻ കണ്ടില്ലല്ലോ. വൈശാഖനത് പറഞ്ഞപ്പോൾ സുമിത്ര മകന്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മി, നിന്റെ സെലക്ഷൻ അടിപൊളി, എനിക്കും ഇഷ്ടപ്പെട്ടു. അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എടുത്തി, ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്കൊക്കെ ഉള്ളത് നിങ്ങളുടെ ഏട്ടൻ തരും, അതും സർപ്രൈസ് അല്ലേ ഏട്ടാ? ലക്ഷ്മി പറഞ്ഞപ്പോൾ വൈശാഖനൊന്നും മനസ്സിലായില്ല. ആണോ? എന്താ ഏട്ടാ മേടിച്ചത്? അവൾ വൈശാഖനോട് ചോദിച്ചു. അതൊക്കെ നാളെ പറയൂ അല്ലേ വൈശാഖേട്ടാ? ലക്ഷ്മി അവനെ നോക്കി കണ്ണിറുക്കി. അവൻ വെറുതെ തലകുലുക്കി കാണിച്ചു. അവന്റെ മനസ്സാകെ വിഷമിച്ചു. വീണയും ഉണ്ണിമോളും കൂടി സുമിത്ര വിളിച്ചപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏട്ടാ, എന്തു പറ്റി? നീ എൻ്റെ അടുത്തൊരു 10 മിനിറ്റ് ഇരിക്കും ലക്ഷ്മി. അവൾ വന്ന് അവൻ്റെ അടുത്തായിരുന്നു. വൈശാഖൻ അവളെ തന്നിലേക്ക് ചേർത്തു. എന്നിട്ട് അവളുടെ വലതുകരം എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. ലക്ഷ്മി, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ട വിടറി. അയ്യടാ, ദേ ഏട്ടാ, ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഞാൻ പിണങ്ങൂട്ടോ. അവൾ മുഖം വീർപ്പിച്ചു. സത്യമാണ് ലക്ഷ്മി, നീ ഇന്ന് ചെയ്തത് എത്ര വലിയ കാര്യമാണെന്നോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ സന്തോഷം അതെത്രയാണെന്ന് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. നിനക്ക് എന്താണ് ഞാൻ പകരമായി തരേണ്ടത്? ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടി സങ്കടപ്പെടുത്താതെ. എനിക്കൊന്നും പകരമായി വേണ്ടെൻ്റെ വൈശാഖേട്ടാ. തുടരും.